ലഡാക്കിലൊക്കെ പോകുമ്പോൾ തമിഴ്നാട് വെളി നോക്കുമ്പോ നമ്മുടെ നാട് ഇത്ര അസംബന്ധിച്ച് പോയോ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ആര് ഞാൻ നോക്കണം പച്ചപ്പത്തേക്കൊക്കെ ആര് വെട്ടി അങ്ങോട്ടൊക്കെ മല നിരകളാണ് വെട്ടിപ്പോയി നല്ല ഉയരത്തിലാണ് മലയുടെ മലയാണ് കേട്ടോ. അവിടെ സൂപ്പർ മല കേട്ടോ കാണുന്നു. താഴെ നോക്കിയപ്പോൾ ഇത്ര ഭംഗി കിട്ടൂല. അതെ അതെ പൊളിച്ച് നാട്ടിൽ പോയ വഴി രാത്രി പോയി രണ്ട് നെൽപ്പന കഴിച്ചാൽ മൊബൈൽ കാണാനല്ല ടൈംലെസ് ആർമേഘങ്ങളെ അവിടെ നേരത്തെ പറഞ്ഞു മൊബൈലിൽ നോക്കുന്നതല്ല നമ്മളെ തിരിഞ്ഞാണ് കിടക്കുന്നത്. രണ്ടാമത്തെ നെമ്പയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കടലിൽ പോകുമ്പോൾ ചെറുപ്പം വഴിയൊക്കെ ഇറങ്ങും. കാറ്റിന്റെ ഇതിനനുസരിച്ച് പ്ലേസ് ആണ്. മല 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 ഇടുക്ക മല. താഴെ ഏതോ ഡാമൊക്കെ ഉണ്ടല്ലോ. ഡാമൊക്കെ ഉണ്ടോ? മലയുടെ മണ്ടയിലൊക്കെ ആരൊക്കെ നിൽക്കൊണ്ടാണ് ആരൊക്കെ മലയാളികൾക്ക് നമ്മുടെ കേരളത്തിൽ ഇത്രയും നല്ല കാലാവസ്ഥ കിട്ടാനുള്ള ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഈ മലകൾ. കാരണം എല്ലാം അവിടെ നമുക്ക് കറക്റ്റ് വേണ്ടുന്ന മഴയും കാര്യങ്ങളെല്ലാം. ഇപ്പൊ നോക്ക്, ഇപ്പൊ ഒരു പച്ചപ്പൊക്കെ നമ്മുടെ തെങ്ങ് ആരും വെട്ടിക്കൊണ്ട് പോയിട്ടില്ല, പോവില്ല അവരൊന്നും. അവിടെ ഒരു ഡാമാണ് കേട്ടോ. എവിടെ? എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ നാട് തന്നെ. കത്താണ് നമ്മുടെ ഒരു ഗോഡ്സ് ഓഫ് കൺട്രി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ ഒരു പച്ചപ്പ്. നമ്മുടെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഈ പോയി ചെന്നാണെങ്കിൽ നമ്മുടെ ഈ വരമ്പത്തൊക്കെ ഇരുന്നിട്ട് ഒരു രണ്ട് നെൽപ്പനൊക്കെ എടുത്ത് ഒരു മുറുക്കാനൊക്കെ അതിൻ്റെ ഒരു ഫീലുണ്ട്. തലയൊരു തോർത്തൊക്കെ കെട്ടി മാസം എന്റെ നാക്ക് ഈ കളറായിട്ട് ചെന്നിട്ട് വേണം ചോപ്പിക്കാൻ. വൈഫ് വരെ പറയും നിങ്ങളുടെ നാക്കിൽ ഇത്രയ്ക്ക് കളറുണ്ട്. ഇപ്പൊ എന്റെ കോമഡിക്കത്ത് പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ വന്ന ഒരു പരിപാടിയില്ല, നല്ലപടിയില്ല, സേറ്ററില്ല, മുറുക്കല്ല, പിന്നെന്ത് ഫുൾ ടൈം കഴിഞ്ഞത്. കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നിരിക്കുകയാണ്. നെറുകയൊന്നും
ഒന്നുമില്ല. ഇതിന്റെ താഴെ നിന്ന് കാണുന്നതിനേക്കാൾ എത്രയോ ഭംഗിയാണ്. അങ്ങോട്ടൊക്കെ പോയിട്ട് വന്നേ പിന്നെ അതെ, വേണമെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം വരെ തിരുവനന്തപുരം കണ്ണൂർ വരെ ഒന്ന് പോയിട്ട് പോകാം. താഴ്ന്നുണ്ട് കേട്ടോ. എന്താ പറയുക, താഴ്ന്നു. ഇതുണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് തന്നെ ഇതറിയായിരുന്നു ഇത്ര ഫീറ്റ് അടിയിലാണ് പോകുന്നത്. കോൺക്രീറ്റ് റോഡ് കാണുന്ന റോഡ് അതാണ് സുധാരണ വേണ്ടി പോകുന്നത്. എന്തായാലും നമ്മുടെ നാട് തന്നെ. ഏത് രാജ്യം ഇവിടെ? പക്ഷെ എന്റെ ദൈവമേ, വലിയൊരു കാർമേഘങ്ങൾക്കിടയിൽ ഇതാ ഈ കാർമേഘത്തെ ടച്ച് ചെയ്യുമ്പോഴേ ഭയങ്കര ഷെയ്ക്ക് വരുന്നത്. ഒരു എമൗണ്ട് സാധനം കേട്ടോ, ഒരു എമൗണ്ട് സാധനം കാർപ്പിക്ക് വരുന്നു. നോക്ക്, ഭയങ്കര മഴയൊന്നുമില്ല, ഇത് ഭയങ്കര കാർമേഘം, വലിയ കാർമേഘം. എത്ര അത് പെയിന്റടിച്ച പോലെ മാറിപ്പോയിരിക്കും. പാട്ട് പാടാനുള്ള സമയമില്ല. അത് രണ്ടെണ്ണം അകത്ത് വരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ പാടാവൂ. അതിന് നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഒരിതുണ്ട്. ഒരു മുണ്ട് അല്ലെങ്കിൽ ഒരു കൈലി, ഒരു ഒറ്റ ഷർട്ട്, തലയൊരു തോർത്ത്, വായിലൊരു മുറുക്കൻ, കയ്യിലൊരു സാഴത്തേക്ക്, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. 2 വർഷമായി വന്നിട്ട് നാട്ടിൽ തീർച്ചയായും ഞാൻ താണ്ട് കാണും. 2 വർഷം കഴിഞ്ഞിട്ടാണ്, 6 മാസം കഴിഞ്ഞിട്ടാണ്, 1 വർഷം കഴിഞ്ഞിട്ടുള്ളത്. കാണാൻ മാത്രം വല്ലാത്തൊരു ഫീലിംഗ്. സത്യമാണ്, എവിടെ പോയാലും തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുമ്പോഴല്ലോ വല്ലാത്തൊരു നമ്മുടെ നാട് നമ്മളെ ഭരിക്കുന്ന നമ്മളെ അല്ലേ, നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ നാട്. പക്ഷെ എപ്പോൾ തുടങ്ങിയാന്നറിയും, കാരണം ഇതിങ്ങനെ തന്നെ നിൽക്കുക. ആരെ വില വിളിച്ചിട്ട് നടത്താൻ എന്ന് കിട്ടും. നമുക്ക് എല്ലാവരും ഓരോ ലെവലിൽ ചെത്ത് വെച്ചേക്കുന്നുണ്ട് അല്ലേ? അതെ. രാത്രി ഇറങ്ങുമ്പോൾ ലൈറ്റ് ഇല്ല. രാത്രി ഇറങ്ങുമ്പോൾ ഒന്നും കാണത്തില്ല, എന്തോ സൗണ്ടും കേൾക്കാം. നമ്മൾ വീണ്ടും ഒരു സ്റ്റെപ്പ് കൂടെ ഇറങ്ങിയാണ്. അതായത് ഇറങ്ങുമ്പോഴേ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ടാകും കേട്ടോ. എനിക്ക് ഡാഡിക്ക് മാത്രം. ഇപ്പുറ സൈഡ് കടൽ, ഇപ്പുറ സൈഡ് കര. ഇത് ഡാമാണോ തോടാണോ? ആലപ്പുഴ എത്തിയാണ് കായലത്ത്. കായലും കടലൊക്കെ കാണും. പേടിയോ? പേടി.
തിരുവനന്തപുരത്ത് ഓരോ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കണ്ടല്ലേ തിരുവനന്തപുരത്തിന്റെ അതിർത്തിയെല്ലാം കടന്ന് എത്തി നമ്മൾ. എത്തി നമ്മൾ നല്ല അടിപൊളിയായിട്ട് ലാൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് ലാൻഡ് ചെയ്തോണ്ടിരിക്കുക. കണ്ടില്ലേ എത്രത്തോളം വിഷയടിക്കണം. എത്ര അടി ആയിട്ടില്ലായിരിക്കും? 100 അടി ആയിട്ടില്ല. 100 അടിയൊന്നും ഇതൊക്കെ പറയാൻ പറ്റും. ഞാൻ ആരായിരുന്നു? അല്ല ഞാൻ ആരായിരുന്നു? അവിടെ തണലിൽ അവിടെ വെയില്, അവിടെ തണലിൽ അവിടെ വെയില്. മഴ വേണം. ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും പത്തനംതിട്ട ഏത് ഭാഗത്തുണ്ടാവും? ഞാൻ ശാസ്ത്രജ്ഞനാണ്. ഏത് സൈഡിലോട്ട് പോയി ലാൻഡ് ചെയ്യുന്നത് പോലും എനിക്ക് ഒരു പിടുത്തവും ഇല്ലാതിരിക്കും. അതിൻ്റെ ഇടയ്ക്കാണ് എന്റെ പൊന്നെ. എത്തിപ്പോയി. എത്തി എത്തി എത്തി. വലത് ഭാഗം വലത് ഇങ്ങനെ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. പൊക്ക് മോനെ, പൊക്ക് സ്മൂത്ത്, പക്കാ സ്മൂത്ത്. പിന്നല്ലാതെ വീട്ടുകാരൊക്കെ ഒന്ന് കൊണ്ടുവരണം. നമ്മൾ പറന്ന് 4-5 മണിക്ക് 5 മണിക്കൂർ കൊണ്ടും അല്ല ശ്രീലങ്കയിൽ 3 മണിക്കൂർ വരും. ഇവിടെ എത്ര മണിക്കൂർ? ശ്രീലങ്ക 6 മണി 6:30 ആയപ്പോഴായിരുന്നു ഞങ്ങൾ ശ്രീലങ്ക. 6 മണിക്ക് വന്നിട്ട് ഈ ഫ്ലൈറ്റ് ശ്രീലങ്ക ശ്രീലങ്ക 3 മണിക്കൂർ അമ്മ കഴിച്ചിട്ടുണ്ട്. മതിയല്ലോ മതിയല്ലോ.